പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ വേണ്ടി വന്നാൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്തവരെ പരിഗണിക്കുന്നുവെന്നാണ് നിഖിൽ പൈലി ആരോപിക്കുന്നത്. ജെയിനസ് രാജ് ഇരുന്നുണ്ട്. ജെയിൻ, എന്താണ് നിഖിൽ പൈലിയുടെ പരാതിയും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വെല്ലുവിളി മുന്നറിയിപ്പും വരുന്നത്? പ്രജീഷ്, നമുക്കറിയാം പൈനാവിൽ വെച്ച് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ നിഖിൽ പൈലി. നിഖിൽ പൈലിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. അതായത് പൈനാവ് ഡിവിഷനിൽ ഇപ്പോൾ കോൺഗ്രസ് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം. CPM-ന് പാർട്ടി ഒറ്റുകൊടുത്ത ആളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് ആരോപിച്ചുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിഖിൽ പൈലി ഈ പ്രതികരണം പങ്കുവച്ചത്. അങ്ങനെ ഇദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ തന്നെ മത്സരിക്കും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നിഖിൽ പൈലി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഈ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകിയ ഒരാളാണ് നിഖിൽ പൈലി. ആ നിഖിൽ പൈലി തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്.